ആനുവൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 1ാം ക്ലാസ്സിലെ ഇൻ്റഗ്രേഷൻ 1 ഇൻ്റഗ്രേഷൻ 2 നടന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം കഴിയാത്ത കൂട്ടുകാർക്ക് ഇതിൻ്റെ മോഡലായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി 6 നമുക്ക് നോക്കാം. ലെറ്റ്സ് മേക്ക് ഗ്രൂപ്പ്സ് അല്ലേ. ഗ്രൂപ്പ്സുകളാക്കാനാണ്. നിങ്ങൾക്ക് അവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ചിത്രത്തിൽ എന്താണ് ചെയ്യുന്നത്? ചിത്രത്തിൽ കുറേ കുട്ടികൾ കുറേ സ്റ്റേജ് അലങ്കരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് താഴെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, താഴെ നിങ്ങൾക്ക് ഋതികയുടെ കയ്യിൽ 20 ഫ്ലവേഴ്സ് ഉണ്ട്, മിനിക്കുട്ടിയുടെ കയ്യിൽ 20 റിബൺ ഉണ്ട്, രാജിയുടെ കയ്യിൽ 20 ബലൂൺ ഉണ്ട് അല്ലേ. സൈഡിൽ നിങ്ങൾക്ക് ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഏത് സംഖ്യയെല്ലാം കൂട്ടിയാൽ 20 ആകും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. 20 നമുക്ക് എങ്ങനെ എഴുതാം? 10 + 10 20 അല്ലേ. 10നോട് 10 കൂട്ടിയാൽ 20 കിട്ടുക. അപ്പം 2 സംഖ്യയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ എങ്ങനെ എഴുതാം? 10 10 എന്ന് എഴുതാം. അതുപോലെ 20 ഇവിടെ എങ്ങനെ എഴുതാം? 15 + 5 എത്രയാണ്? 20 അപ്പോൾ 15 5 എന്ന് എഴുതാം. 16 + 4 എത്രയാണ്? 20 അപ്പോൾ 16 4 എന്ന് എഴുതാം. അപ്പോൾ ഒരുപാട് സംഖ്യകൾ ഇങ്ങനെ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര 20 കിട്ടും. 20 വരുന്ന സംഖ്യകൾ കണ്ടെത്തിയിട്ട് എഴുതാവുന്നതാണ്. ഇനി അതിൽ തന്നെ താഴെ നിങ്ങൾക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ 18 ഫ്ലവേഴ്സ് ഹാഫ് ഓഫ് ദ ഫ്ലവേഴ്സ് വർ ഗിവൻ ടു മീനു അല്ലേ. ടോട്ടൽ 18 ഫ്ലവേഴ്സ് ഉള്ളതിൽ ഈ 18ൽ നിന്നും എത്ര അതിൻ്റെ പകുതി മീനുവിന് കൊടുത്തു. അപ്പോൾ 18ൻ്റെ പകുതി എത്രയാണ് അല്ലേ? 18 10 + 8 ആണ് 18 അല്ലേ. അപ്പോൾ അത് പകുതി ആവില്ല. അപ്പോൾ എത്രയാണ്? 9 ആണ്. 9 കൂട്ടണം 9 അല്ലേ. 9 + 9 ആണ് 18. അപ്പോൾ 9 ഫ്ലവേഴ്സ് ആണ് മീനുവിന് കൊടുത്തത്. അടുത്ത പ്രവർത്തനം എന്താണ്? നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾക്ക് ആ ഒരു സ്മൈലി വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പാല് തന്നിട്ടുണ്ട്, കൊട്ടയിൽ നിറച്ച് ഫ്രൂട്ട്സ് അല്ലേ. പിന്നെ അതുപോലെ ഷവർമയുടെ ചിത്രമുണ്ട്, ഐസ്ക്രീം ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഗോതമ്പ് അരി ഉണ്ട്, ഫിഷ് എഗ്ഗ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നല്ല ആരോഗ്യത്തിന് നമുക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾക്ക് നേരെ ആ സ്മൈലി അടയാളപ്പെടുത്താനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതെല്ലാം അടയാളപ്പെടുത്താം? പാൽ അടയാളപ്പെടുത്താം, ഫ്രൂട്ട്സ് അടയാളപ്പെടുത്താം, വെജിറ്റബിൾസ് അടയാളപ്പെടുത്താം അല്ലേ. താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തൊക്കെ അടയാളപ്പെടുത്താം? ഫിഷ് എഗ്ഗ് അല്ലേ, അത് അടയാളപ്പെടുത്താം, ഗോതമ്പ് അരി അടയാളപ്പെടുത്താം. ഇനി അടുത്തത് കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ. കൂട്ടത്തിൽ പെടാത്തതിനെ വട്ടത്തിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ബനാന, പൈനാപ്പിള്, പിന്നെന്താ ബർഗർ, ആപ്പിള്, ക്യാരറ്റ് തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ കൂട്ടത്തിൽ പെടാത്തതാണ് ഏതാണ്? നമുക്കറിയാം ബർഗറാണ് അല്ലേ. ബാക്കിയെല്ലാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും അല്ലേ. ബാക്കിയെല്ലാം ഫ്രൂട്ട്സാണ്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ബർഗറാണ്. അപ്പോൾ അത് വട്ടത്തിലാക്കുക. അടുത്തത് ഇൻ്റഗ്രേഷൻ 1 ഡേ 1 നടന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രവർത്തനം ഒന്നെന്താണ്? ആടാം, പാടാം, വരയ്ക്കാം, വായിക്കാം അല്ലേ. അവിടെ എന്താണ്? ഒരു ചിത്രം തന്നിട്ടുണ്ട്, പട്ടമുണ്ട്, ഒരു കുട്ടി എന്താണ് താഴെ ഇരുന്ന് ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രമാണ് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. മേഘങ്ങളുണ്ട്, പൂക്കളുണ്ട്, പൂമ്പാറ്റകളുണ്ട്, മഴവില്ലുണ്ട്, വായിക്കാം അല്ലേ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതെന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല മനോഹരമായിട്ട് പുറത്തൊന്നും പോവാതെ ഇങ്ങനെ നിങ്ങൾക്കൊരു ചിത്രം തന്നാൽ അതിനെ കളർ ചെയ്യാൻ അല്ലേ, നിറം കൊടുക്കാനാണ് ഈ പ്രവർത്തനം തന്നിട്ടുള്ളത്. അടുത്ത പ്രവർത്തനം 2 വായിക്കൂ, നിറം നൽകൂ അല്ലേ. നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്, ഒരു ചിത്രവും തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ നക്ഷത്രങ്ങളാണ് അല്ലേ, കുറേ നക്ഷത്രങ്ങൾ, സൂര്യനെ കാണുന്നുണ്ട്. ഇനി എന്താ ഇവിടെ തന്നിട്ടുള്ളത്? ചെറിയ 2 നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുക. അതിൽ ചെറിയ നക്ഷത്രം നോക്കുക, അതിന് ചുവപ്പ് നിറം നൽകുക. വലിയ നക്ഷത്രത്തിന് നീല നിറമാണ് നൽകേണ്ടത്. വലിയ നക്ഷത്രം കാണുന്നില്ലേ നിങ്ങളെ, അതിന് നീല നിറം കൊടുക്കുക. ചിരിക്കുന്ന നക്ഷത്രത്തിന് ഇഷ്ടമുള്ള നിറം നൽകാം. അവിടെ ചിരിക്കുന്ന ഒരു നക്ഷത്രത്തിൻ്റെ ചിത്രം തന്നിട്ടില്ലേ, അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. പൂവ് പോലുള്ള നക്ഷത്രം കണ്ടില്ലേ അല്ലേ, ഒരു സൂര്യൻ പോലെയുള്ള നക്ഷത്രം കണ്ടില്ലേ, അതിൻ്റെ നടുവിൽ മഞ്ഞ നിറവും ഇതളുകൾക്ക് പച്ച നിറവും നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കാണുന്ന നക്ഷത്രങ്ങൾക്ക് നിറം നൽകാനാണ് ഈ പ്രവർത്തനത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് വരും കേട്ടോ. അടുത്തത് നോക്കാം. ഇനി അതിൽ തന്നെ ഒരു ചോദ്യം, ഉത്തരം എഴുതാം. നടുവിൽ മഞ്ഞ നിറം നൽകേണ്ടത് ഏത് നക്ഷത്രത്തിനാണ്? പൂവ് പോലെയുള്ള നക്ഷത്രത്തിനാണ് അല്ലേ. എന്താണ്? സൂര്യനാണ് അല്ലേ. അടുത്ത പ്രവർത്തനം 3 തരം തിരിക്കാം അല്ലേ. ഇവിടെ ഒരുപാട് വാഹനങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ബസ് ഉണ്ട്, മണ്ണുമാന്തി യന്ത്രമുണ്ട്, പിന്നെ എന്തൊക്കെയാണ്? തോണിയുണ്ട്, ബോട്ടുണ്ട്, സൈക്കിളുണ്ട്, തീവണ്ടിയുണ്ട്, വിമാനമുണ്ട്, കപ്പലുണ്ട്, റോക്കറ്റ്, ലോറി, ഹെലികോപ്റ്റർ ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ.
ഇനി ഇവിടെ 3 ബോക്സ് തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് കരയിലൂടെ എന്നുള്ളത് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. കരയിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് ചിത്രത്തിലുള്ളതിൽ നിന്ന്? ബസ്, മണ്ണുമാന്തി യന്ത്രം, സൈക്കിൾ, തീവണ്ടി, ലോറി അല്ലേ. ഇനി അടുത്തതിൽ വെള്ളത്തിലൂടെ, പിന്നെ അടുത്തതിൽ ആകാശത്തിലൂടെ. ഈ 2 ഭാഗങ്ങളും നമുക്ക് ആ ഒരു ചിത്രത്തിൽ നിന്നും കണ്ടെത്തി എഴുതണം. വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? കപ്പൽ, ബോട്ട്, തോണി. ആകാശത്തിലൂടെ പോകുന്നതോ? വിമാനം, റോക്കറ്റ്, ഹെലികോപ്റ്റർ. അടുത്ത പ്രവർത്തനം കണ്ടില്ലേ നിങ്ങൾ? ഒരു ചിത്രം കണ്ടില്ലേ? ഋതികയും മുത്തശ്ശിയും ഉണ്ട് അല്ലേ. ഈ ഋതികയും മുത്തശ്ശിയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഋതിക പറയുന്നുണ്ട്, മുത്തശ്ശി ഇത് ആരാണെന്ന് മനസ്സിലായോ? മുത്തശ്ശി ഇല്ല എന്ന് പറയുന്നുണ്ട്. ബാക്കി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം നമുക്ക്? ഋതിക, ഇത് എൻ്റെ കൂട്ടുകാരി മിനിക്കുട്ടിയാ. മുത്തശ്ശി, ആഹാ, 2 പേരും കൂടി എങ്ങോട്ടാ? ഋതിക, ഞങ്ങൾക്ക് ഒരു പാട്ട് മത്സരമുണ്ട്. മുത്തശ്ശി, 2 പേരും നന്നായി പാടണം ട്ടോ. ഋതിക, ആയിക്കോട്ടെ മുത്തശ്ശി. മുത്തശ്ശി, പോയി വരൂ മക്കളെ. അടുത്ത പ്രവർത്തനം കഥ എഴുതാനാണ് അല്ലേ. ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഈ ചിത്രം വെച്ചിട്ട് നിങ്ങളോട് ഒരു കഥ എഴുതാനാണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം നമുക്ക്? കഥ എഴുതുമ്പോൾ ആദ്യം കഥയ്ക്ക് ഒരു തലക്കെട്ട് കൊടുക്കണം അല്ലേ. എൻ്റെ മാജിക് പെൻസിൽ എന്ന് നമുക്ക് തലക്കെട്ട് കൊടുക്കാം. ഒരു മാജിക് പെൻസിലിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പെൻസിലിന് വലിയ 2 ചിറകുകളുണ്ട്. ഈ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ എന്തെഴുതിയാലും അത് സാധിക്കും. ഒരു ദിവസം ഞാൻ അതിൻ്റെ മുകളിൽ ഇരുന്ന് പറക്കുന്നതായിട്ട് എഴുതി. പിന്നെ കുറേ സമയം പെൻസിലിൻ്റെ പുറത്തായിരുന്നു യാത്ര. പക്ഷിയെപ്പോലെ അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ. ഇതിപ്പോൾ ഒരു അനുഭവമായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു കഥ തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ രാജുവിനെ ഒരു ചിത്രം വരച്ചപ്പോൾ, ഒരു മാജിക് പെൻസിലിൻ്റെ ചിത്രം വരച്ചപ്പോൾ അവന് അത്ഭുതമായ കാഴ്ച കണ്ടു എന്നെഴുതാം. പിന്നെ അപ്പോൾ അവനക്ക് എന്ത് തോന്നി? ആ പെൻസിലിന് 2 ചിറകുകൾ കൊടുക്കാൻ തോന്നി. ആ ചിറകുകൾ കൊടുത്തപ്പോൾ ആ ചിത്രങ്ങൾക്ക് ജീവനുള്ളതുപോലെ അവൻ അനുഭവപ്പെട്ടു. അവൻ ഏറെ സന്തോഷത്തിലായി അല്ലെ. അവനല്ലെങ്കിൽ അവൾ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുപോലെ സ്വന്തം അനുഭവമായിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് കഴിഞ്ഞവരെ എക്സാമിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ ഇതാണ്. ഇനി നടക്കാൻ പോകുന്ന എക്സാമിന് ഇതേ മോഡലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.